أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഒരു സരിയയിൽ അഥവാ യുദ്ധനീക്കത്തിൽ ഹദ്രത്ത് ഹുബൈബ് ഷഹീദാക്കപ്പെട്ടത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇദ്ദേഹം മരത്തിൽ കെട്ടിത്തൂക്കി ഷഹീദാക്കപ്പെട്ട ആദ്യത്തെ സഹാബിയാകുന്നു. അതായത് കുരിശിലേറ്റുന്നത് പോലെ തൂക്കി ഷഹീദാക്കപ്പെടുകയുണ്ടായി. അല്ലാമ ഇബ്നു അസീർ ജസരി എഴുതുന്നു, ഹദ്രത്ത് ഹുബൈബ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുരിശിലേറ്റപ്പെട്ട ആദ്യത്തെ സഹാബിയാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഖുറൈശികൾ ഹുബൈബിനോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വഴിമുടക്കുന്നതല്ല, അഥവാ പ്രശ്നമുണ്ടാക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ പിന്തിരിയുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വധിക്കുന്നതാണ്. ഹദ്രത്ത് ഹുബൈബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ വധം ഒരു നിസ്സാര സംഗതിയാകുന്നു. തുടർന്ന് സ്വയം പറഞ്ഞു, അള്ളാഹുവേ, ഈ സമയത്ത് നിന്റെ റസൂലിൻ്റെ സവിധത്തിൽ എൻ്റെ സലാം എത്തിക്കാൻ ആരുമില്ല. ആയതിനാൽ എൻ്റെ നാഥ, നീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എൻ്റെ സലാം എത്തിക്കുകയും ഞങ്ങളോട് ചെയ്യപ്പെടുന്നതിനെ പറ്റി അറിയിക്കുകയും ചെയ്യണമേ. ഹദ്രത്ത് ഉസാമ ബിൻ സെയ്ദ് നിവേദനം ചെയ്യുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ സമയത്ത് വഹി ഉണ്ടാകുന്ന സമയത്തേതുപോലുള്ള അവസ്ഥയുണ്ടായി. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, വ അലൈഹി സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് അദ്ദേഹത്തിന് മേലും സലാമും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രസ്തുത വഹിയുടെ അവസ്ഥ അവസാനിച്ചപ്പോൾ പറഞ്ഞു, അത് ജിബ്രീലായിരുന്നു. അദ്ദേഹം എനിക്ക് ഹുബൈബിൻ്റെ സലാം അറിയിക്കുകയായിരുന്നു. ഹുബൈബിനെ ഖുറൈശികൾ വധിച്ചിരിക്കുന്നു. നിവേദനത്തിൽ പറയുന്നു, ഖുറൈശികൾ 40 ആളുകളെ ഹുബൈബിനെ വധിക്കുന്ന സമയത്ത് വിളിച്ചുകൂട്ടിയിരുന്നു. അവരുടെ പിതാക്കന്മാർ ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരുന്നു. പിന്നെ ഖുറൈശികളിലെ ഓരോരുത്തർക്കും ഓരോ കുന്തം കൊടുത്ത ശേഷം പറഞ്ഞു, ഇയാളാണ് നിങ്ങളുടെ പിതാക്കന്മാരെ വധിച്ചത്. അപ്പോൾ അവർ ഹുബൈബിനെ കുന്തം കൊണ്ട് ചെറുതായി മുറിവേൽപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഹുബൈബ് കുരിശിൽ കിടന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും തിരിയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കഅബയ്ക്ക് അഭിമുഖമായി. അദ്ദേഹം പറഞ്ഞു, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവൻ എൻ്റെ മുഖത്തെ കിബിലയ്ക്ക് അഭിമുഖമാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹം തനിക്ക് വേണ്ടി ആഗ്രഹിച്ചതും. തുടർന്ന് മുശ്രിക്കീങ്ങൾ ഹുബൈബിനെ വധിക്കുകയുണ്ടായി. ആദ്യം മുശ്രിക്കീങ്ങൾ കുന്തം കൊണ്ട് കുത്തി അദ്ദേഹത്തിന് നല്ലപോലെ പരിക്കേൽപ്പിക്കുകയും പിന്നെ ഷഹീദാക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം ബുഖാരിയിലുള്ള നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് ഹുബൈബ് തൻ്റെ കവിതാശകലം പൂർത്തിയാക്കിയപ്പോൾ ഉഖ്ബ ബിൻ ഹാരിസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ ഷഹീദാക്കുകയാണ് ഉണ്ടായത്. ഉഖ്ബ ബിൻ ഹാരിസിൻ്റെ വിളിപ്പേര് അബൂ സർവ എന്നാണെന്ന് പറയപ്പെടുന്നു. ചില നിവേദനങ്ങളിൽ അബൂ സർവ ഉഖ്ബ ബിൻ ഹാരിസ് ആ സമയത്ത് കുട്ടിയായിരുന്നുവെന്നും അയാളുടെ കയ്യിൽ കുന്തം കൊടുത്തെങ്കിലും അബൂ മൈസറയാണ് ആക്രമിച്ചത് എന്നും പറയുന്നു. ചില പണ്ഡിതന്മാർ പകരം ചോദിക്കാൻ കുട്ടിയുടെ കയ്യിൽ കുന്തം കൊടുത്തുവെന്നും പക്ഷെ അത് പ്രയോഗിച്ചത് മുതിർന്നവരാണെന്നും പറയുന്നു. ചിലർ അബൂ മൈസറയെ വേറെ തന്നെ ആളാണെന്ന് പറയുന്നു. ഉഖ്ബ ബിൻ ഹാരിസ് അയാളുടെ സഹോദരനാണെന്നും എഴുതുന്നു.
അബൂ മൈസറ ആക്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് അബൂ മൈസറ മുന്നോട്ട് വന്ന് കുന്തം കൊണ്ട് കഥ കഴിക്കുകയാണ് ഉണ്ടായത്. ഫത്ത് മക്ക വേളയിൽ ഇസ്ലാം സ്വീകരിച്ച ഉഖ്ബ ബിൻ ഹാരിസ് പറയുന്നു, അന്ന് ഞാൻ കുട്ടിയായിരുന്നു. അബൂ മൈസറ അബ്ദരി എൻ്റെ കയ്യിൽ കുന്തം തരികയും എൻ്റെ കൈ കൊണ്ട് തന്നെ ഖുബൈബിനെ വധിക്കുകയുമാണുണ്ടായത്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇത് സംബന്ധിച്ച് എഴുതുന്നു, ഖുറൈശി മൂപ്പന്മാരുടെ ഉള്ളിലെ ശത്രുതയ്ക്ക് മുന്നിൽ കാരുണ്യം, നീതി തുടങ്ങിയ വികാരങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലായിരുന്നു. കൂടുതൽ ദിവസം കഴിയുന്നതിന് മുമ്പേ തന്നെ ബനു ഹാരിസിലെ ആളുകളും മറ്റ് ഖുറൈശി മൂപ്പന്മാരും ഖുബൈബിനെ വധിക്കാനും അദ്ദേഹത്തിൻ്റെ വധത്തിൽ ആഘോഷം നടത്താനും അദ്ദേഹത്തെ ഒരു വലിയ തുറസായ മൈതാനത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഷഹാദത്തിൻ്റെ മണം വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം മരണത്തിനു മുമ്പേ തന്നെ 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവദിക്കണമെന്ന് ഖുറൈശി മൂപ്പന്മാരോട് വളരെ കരഞ്ഞ് അപേക്ഷിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഖുറൈശികൾ ഇസ്ലാമിക നമസ്കാര ദൃശ്യത്തെയും ഈ തമാശയുടെ ഭാഗമാക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അനുമതി നൽകി. ഖുബൈബ് വളരെ ശ്രദ്ധാപൂർവം ഹൃദയ സാന്നിധ്യത്തോടെ 2 റക്അത്ത് നമസ്കരിച്ചു. അതിനുശേഷം ഖുറൈശികളോട് പറഞ്ഞു, നമസ്കാരം ദീർഘിപ്പിക്കാൻ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ മരണത്തെ പിന്തള്ളുന്നതിന് വേണ്ടി ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കുമോ എന്ന് എനിക്ക് തോന്നി. തുടർന്ന് ഖുബൈബ് ഈ ഈരടികൾ ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് കുനിയുകയുണ്ടായി. വമാ അന ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ഷിഖിൻ കാന ലില്ലാഹി മസ്റഇ വദാലിക ഫീ സാത്തിൽ ഇലാഹി വഇൻ യശാ യുബാരിക് അലാ ഔസാലി ശൽവു മുമസ്സഇ. അതായത്, ഞാൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ മുസ്ലിം എന്ന നിലയിൽ വധിക്കപ്പെടുമ്പോൾ ഞാൻ ഏത് ഭാഗത്തേക്ക് വീഴുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല. ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാകുന്നു. അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കഷ്ണങ്ങളും അനുഗ്രഹം നൽകുന്നതാണ്. ഖുബൈബിന്റെ നാവിൽ ഈ അവസാനത്തെ വരിയുടെ വാക്കുകൾ പ്രകമ്പനം കൊള്ളുമ്പോൾ ഉഖ്ബ ബിൻ ഹാരിസ് മുന്നോട്ട് വന്ന് ആക്രമണം നടത്തി. തിരുനബിയുടെ ഈ അനുരാഗി ആ സമയത്ത് മണ്ണിൽ തന്നെയായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഖുറൈശികൾ ഖുബൈബിനെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കുകയും പിന്നെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയുമാണുണ്ടായത്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറയുന്നു, തൻ്റെ വധത്തിനുള്ള സമയം എത്തിയപ്പോൾ ഖുബൈബ് പറഞ്ഞു, എന്നെ 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവദിക്കണം. ഖുറൈശികൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചു. അദ്ദേഹം എല്ലാവർക്കും മുന്നിൽ ഈ ലോകത്ത് അവസാനമായി തൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ നമസ്കാരം അവസാനിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ നമസ്കാരം ദീർഘിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ മരണത്തെ ഭയപ്പെടുന്നുവെന്ന് നിങ്ങൾ പറയുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം സാവകാശം തൻ്റെ ശിരസ് ഘാതകന് മുന്നിലേക്ക് നീട്ടിവെച്ചു കൊടുത്തു. ആ സമയത്ത് അദ്ദേഹം ഈ ഈരടികൾ ചൊല്ലുന്നുണ്ടായിരുന്നു, വലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മിസ്റഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശാഉ യുബാരിക് അലാ ഔസാലി ശിൽവു മുമസ്സഇ. അതായത്, ഞാൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ മുസ്ലിം എന്ന നിലയിൽ വധിക്കപ്പെടുമ്പോൾ ഞാൻ ഏത് ഭാഗത്തേക്ക് വീഴുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല. ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാകുന്നു. അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കഷ്ണങ്ങളും അനുഗ്രഹം നൽകുന്നതാണ്. ഖുബൈബ് ഈ അവസാനത്തെ വരി പൂർത്തിയാക്കിയതും ആരാച്ചാരുടെ വാൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പതിച്ചു. അദ്ദേഹത്തിന്റെ ശിരസ് മണ്ണിൽ വീഴുകയും ചെയ്തു. ഹദ്രത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് ഖുബൈബാണ് കൊല്ലപ്പെടുന്നതിന് മുമ്പേ 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് സുന്നത്ത് അഥവാ സമ്പ്രദായം ആദ്യമായി തുടങ്ങിവെച്ചത്. ഖുബൈബ് എതിരാളികളെ സംബന്ധിച്ച് ദുആ ചെയ്തിരുന്നു. ആ ദുആയുടെ ഫലം എന്തായിരുന്നു? ഇത് സംബന്ധിച്ച് ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി റജീസ് സരിയ അഥവാ യുദ്ധനീക്കം എന്നതിന് കീഴെ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, ഖുബൈബ് ഷഹാദത്ത് വേളയിൽ ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുമ്മ അഹസിം അദദ, അതായത്, അള്ളാഹുവേ, ഈ ശത്രുക്കളുടെ എണ്ണം നീ കണക്കിൽ വെക്കണമേ. എൻ്റെ ഈ ശത്രുക്കളുടെ എണ്ണം അവരോട് പകരം ചോദിക്കാൻ നീ കണക്കാക്കി വെക്കണമേ. മറ്റൊരു നിവേദനത്തിൽ ഈ പദങ്ങൾ കൂടി അധികം വന്നിട്ടുണ്ട്, വഖ്തുൽഹും ബദദ വലാ തുബ്ഖി മിൻഹും അഹദ, അതായത് അവരെ ഓരോരുത്തരെയും കൊലപ്പെടുത്തണമേ, അവരിൽ ആരെയും നീ വിട്ടുകളയരുതേ.
ഒരു മുശ്രിക്ക് അല്ലാഹുമ്മ അഹ്സിം അദദ വഖ്തുൽഹും ബദദ, അതായത് അല്ലാഹുവേ ഈ ശത്രുക്കളുടെ എണ്ണം നീ കണക്കിൽ വെക്കണമേ, അവരെ ഓരോരുത്തരെയും കൊലപ്പെടുത്തണമേ എന്ന് ദുആ കേട്ടപ്പോൾ ഭയം കാരണം നിലത്ത് കിടക്കുകയുണ്ടായി. നിവേദനത്തിൽ പറയുന്നു, ഈ സംഭവത്തിന് ഒരു വർഷമാകുന്നതിന് മുമ്പേ തന്നെ ഖുബൈബിന്റെ വധത്തിൽ പങ്കാളികളായ ഈ ഒരാൾ ഒഴികെ മറ്റാരും തന്നെ ഭൂമിയിൽ അവശേഷിച്ചില്ല. സകലരും നാമാവശേഷമായി. അതെ, അവരിൽ നല്ലൊരു ശതമാനവും കൊല്ലപ്പെട്ടു എന്ന് പറയാം. ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഫത്തഹ് മക്കയുടെ അവസരത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഖുബൈബിന്റെ ദുആ വളരെ നല്ല രീതിയിൽ പൂർത്തിയായി. ചിലർ നേരെ നരകത്തിലെത്തി, ബാക്കിയുള്ളവർക്ക് ഇസ്ലാമിലേക്ക് സന്മാർഗദർശനം ലഭിച്ചു. ഒരു നബിചരിത്രകാരൻ ഇത് സംബന്ധിച്ച് എഴുതുന്നു, മുശ്രിക്കീങ്ങൾ ഖുബൈബിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭയന്ന് വിറച്ചു. ഖുബൈബിന്റെ ഈ ദുആ വൃഥാവിലാകില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഹാരിസ് ബിൻ ബർസയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, ഖുബൈബിന്റെ ദുആ കേട്ടപ്പോൾ തന്നെ ഈ ശാപപ്രാർത്ഥന വൃഥാവിലാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശാപപ്രാർത്ഥന കേട്ടതും കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളുമായ പലരും കാതുകളിൽ വിരൽ തിരുകി അവിടെ നിന്നും ഓടിപ്പോവുകയുണ്ടായി. കുറച്ചുപേർ ആളുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശാപപ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് ചിലർ മരത്തിന് മുകളിൽ കയറുകയും മറ്റു ചിലർ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ശാപപ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് അവർ കരുതിയത്. ആർക്കെങ്കിലും എതിരിൽ ശാപപ്രാർത്ഥന ചെയ്യപ്പെട്ടാൽ അയാൾ ഭൂമിയിൽ പതിഞ്ഞു കിടന്നാൽ പ്രസ്തുത ശാപപ്രാർത്ഥനയുടെ ദോഷഫലം ഉണ്ടാകില്ലെന്ന വിശ്വാസം അവർക്കിടയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്നു. ഹദരത്ത് മുആവിയ ബിൻ അബൂ സുഫിയാൻ തന്റെയും തന്റെ പിതാവിന്റെയും ഇസ്ലാം ആശ്ലേഷണത്തിനു മുമ്പുള്ള ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, മറ്റ് ആളുകളെപ്പോലെ ഞാനും എൻ്റെ പിതാവിൻ്റെ കൂടെ ഈ സമയത്ത് പോയിരുന്നു. എൻ്റെ പിതാവ് ഖുബൈബിന്റെ ശാപപ്രാർത്ഥന കേട്ടപ്പോൾ ഭയപ്പെടുന്നത് കാണുകയുണ്ടായി. അദ്ദേഹം എന്നെ കിടത്തുന്നതിന് വേണ്ടി വളരെ ശക്തമായി മണ്ണിലേക്ക് വലിച്ചു. ഞാൻ മലർന്നരിച്ചു വീണു. വീണതിനെ തുടർന്നുണ്ടായ ശക്തമായ പരിക്ക് കാരണം വളരെ നീണ്ടകാലം എനിക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഹുവൈത്തബ് ബിൻ അബ്ദുൽ ഉസ്സ ഫത്തഹ് മക്ക വേളയിലാണ് മുസ്ലിം ആയത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഖുബൈബിന്റെ ശാപപ്രാർത്ഥന കേട്ടതും കാതുകളിൽ വിരലുകൾ തിരുകി അവിടെ നിന്ന് ഓടിപ്പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശാപപ്രാർത്ഥന എൻ്റെ കാതുകളെ പിന്തുടർന്നു വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഹക്കീം ബിൻ ഹസാം പറയുന്നു, ഞാൻ ഹദ്രത്ത് ഖുബൈബിന്റെ ശാപപ്രാർത്ഥനയിൽ ഭയപ്പെട്ടുകൊണ്ട് വൃക്ഷങ്ങൾക്ക് പിന്നിൽ ഒളിക്കുകയുണ്ടായി. ജുബൈർ ബിൻ മുത്അം പറയുന്നു, എനിക്കന്ന് ഹദ്രത്ത് ഖുബൈബിന്റെ ശാപപ്രാർത്ഥനയെ അഭിമുഖീകരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ ഭയപ്പെട്ടതുകൊണ്ട് ആളുകളുടെ പിന്നിൽ ഒളിക്കുകയുണ്ടായി. നൗഫൽ ബിൻ മുആവിയ ദേലി ഫത്തഹ് മക്ക വേളയിൽ മുസ്ലിമാവുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാൻ ഖുബൈബിന്റെ ശാപപ്രാർത്ഥന വേളയിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശാപപ്രാർത്ഥന കാരണം അവിടെ ഉണ്ടായിരുന്നവരിൽ ആരും തന്നെ ജീവനയോടെ ബാക്കിയുണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശാപപ്രാർത്ഥന കേട്ടപ്പോൾ ഭയപ്പെട്ട് ഭൂമിയിലേക്ക് കുനിയുകയുണ്ടായി. ഖുറൈശികൾക്കിടയിൽ ഈ ശാപപ്രാർത്ഥനയെപ്പറ്റി നല്ലപോലെ ചർച്ച നടന്നിരുന്നു. ഒരു മാസമോ അതിലധികമോ കാലം അവരുടെ സദസ്സുകളിൽ ഹദ്രത്ത് ഖുബൈബിന്റെ ശാപപ്രാർത്ഥനയോടുള്ള ഭയം നിലനിന്നിരുന്നു. അവർ അതേപ്പറ്റി പല നിലയ്ക്കും നിരൂപണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, പ്രസ്തുത ആൾക്കൂട്ടത്തിൽ സയ്യിദ് ബിൻ ആമിറും ഉണ്ടായിരുന്നു. ഇദ്ദേഹം പിന്നീട് മുസ്ലിമാവുകയുണ്ടായി. ഹദ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലം വരെയും ഹദ്രത്ത് ഖുബൈബിന്റെ സംഭവം ഓർമ്മ വരുമ്പോഴെല്ലാം അദ്ദേഹം മോഹാത്സ്യപ്പെട്ടിരുന്നു. സാദ് ബിൻ ആമിറിനെ പറ്റി പറയുന്നു, ഹദ്രത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലത്ത് ഇദ്ദേഹത്തെ ഷാമിൽ ഭരണകാര്യസ്ഥനായി നിയമിച്ചിരുന്നു. അദ്ദേഹം പലപ്പോഴും ആളുകൾക്കിടയിൽ തന്നെ മോഹാത്സ്യപ്പെട്ടിരുന്നു. അദ്ദേഹം രോഗിയാണെന്നും അങ്ങനെ ഒരാളെയാണ് തങ്ങളുടെ ഭരണാധിപനായി നിയമിച്ചിരിക്കുന്നതെന്നും ആളുകൾ ഹദ്രത്ത് ഉമറിനോട് പരാതിപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം ഹദ്രത്ത് ഉമറിനെ കാണാൻ വരികയുണ്ടായി. അപ്പോൾ ഹദ്രത്ത് ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, സാദ്, നിങ്ങൾക്ക് വല്ല രോഗവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് യാതൊരു അസുഖവുമില്ല. പക്ഷേ ഹദ്രത്ത് ഖുബൈബിനെ വധിക്കുന്ന സന്ദർഭത്തിൽ അന്ന് അവിടെ കൂടിയ ആൾക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഖുബൈബ് ചെയ്ത ദുആ ഓർമ്മ വരുമ്പോൾ
ഭയം കൊണ്ട് ഞാൻ മോഹാത്സ്യപ്പെട്ടു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഖുബൈബിന്റെ മൃതദേഹം കുരിശിൽ നിറക്കാൻ ഒരു സംഘത്തെ അയച്ചത് സംബന്ധിച്ച് നിവേദനത്തിൽ പറയുന്നു, ഖുറൈശികൾ മൃതദേഹം അവിടെ തന്നെ തൂക്കിയിടുകയുണ്ടായി. കേടുവരുന്നതിനും അഴുകുന്നതിനും വേണ്ടിയോ പിന്നീട് തങ്ങൾക്ക് പകരം ചോദിക്കാമെന്ന് കരുതിക്കൊണ്ടോ പ്രസ്തുത കുരിശിന് കാവൽ നിൽക്കാൻ 40 ആളുകളെ നിയമിച്ചിരുന്നു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഖുബൈബിന്റെ മൃതദേഹം കുരിശിൽ നിറക്കുന്നതിന് വേണ്ടി ഹദ്റത്ത് മിഖ്ദാദിനെയും ഹദ്റത്ത് സുബൈർ ബിൻ അവ്വാമിനെയും മക്കയിലേക്ക് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അള്ളാഹു അറിയിപ്പ് നൽകിയതായിരിക്കാം. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഖുബൈബിനെ കുരിശിൽ നിന്ന് ഇറക്കി കൊണ്ടുവരിക? അവർക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. അപ്പോൾ ഹദ്റത്ത് സുബൈർ ബിൻ അവ്വാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും എൻ്റെ സുഹൃത്ത് മിഖ്ദാദ് ബിൻ അസ്വദും ഈ കർത്തവ്യം നിറവേറ്റാം. അങ്ങനെ അവർ ഹദ്റത്ത് ഖുബൈബിൻ്റെ മൃതദേഹമുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ 40 ആളുകളെ കാണുകയുണ്ടായി. പക്ഷെ അവരെല്ലാം ലഹരിയിലായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഖുബൈബിനെ ഇറക്കുകയുണ്ടായി. ഇത് ഖുബൈബിൻ്റെ ഷഹാദത്തിന് 40 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹദ്റത്ത് സുബൈർ ഖുബൈബിന്റെ മൃതദേഹം തന്റെ കുതിരപ്പുറത്ത് വെച്ചു. അവർ അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു. കാഫിര്യങ്ങൾ അതേപ്പറ്റി അറിയാനിടയായി. അവർ ഖുബൈബിനെ കാണാതായപ്പോൾ ഖുറൈശികൾക്ക് അതേപ്പറ്റി അറിയിപ്പ് നൽകുകയുണ്ടായി. അപ്പോൾ അവരിൽ നിന്ന് 70 പേർ പുറപ്പെടുകയുണ്ടായി. അന്വേഷണത്തിന് വേണ്ടി വേറെയും ആളുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഖുറൈശികളുടെ ആളുകൾ ഈ 2 സഹാബാക്കളുടെയും അടുത്തെത്തിയപ്പോൾ ഹദ്റത്ത് സുബൈർ ഹദ്റത്ത് ഖുബൈബിന്റെ മൃതദേഹം നിലത്ത് വെച്ചു. ഹദ്റത്ത് സുബൈർ തന്റെ തലപ്പാവ് അഴിച്ച ശേഷം അവരോട് പറഞ്ഞു, ഞാൻ സുബൈർ ബിൻ അവ്വാമും ഇത് എൻ്റെ സുഹൃത്ത് മിഖ്ദാദ് ബിൻ അസ്വദുമാകുന്നു. ഞങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ പിന്നിൽ വിട്ടുവന്ന സിംഹങ്ങളെ പോലെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അമ്പുകൾ കൊണ്ട് സ്വാഗതം ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അതല്ല, ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഇത് കേട്ടപ്പോൾ മുശ്രിക്കീങ്ങൾ തിരിച്ചു പോവുകയുണ്ടായി. അതിനുശേഷം സുബൈർ നോക്കിയപ്പോൾ ഭൂമി വിഴുങ്ങിക്കളഞ്ഞതുപോലെ ഹദ്റത്ത് ഖുബൈബിന്റെ മൃതദേഹം അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ നാമം ബലി ഉൽ അർദ്, അതായത് ഭൂമി വിഴുങ്ങിക്കളഞ്ഞവൻ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇന്നുവരെയും അദ്ദേഹത്തിന്റെ ഒരടയാളവും ലഭ്യമായിട്ടില്ല. ഇതിൽ അതിശോക്തിയും തോന്നുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള നിവേദനങ്ങളാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അമ്ര ബിൻ ഉമയ്യ സുംരിയോടൊപ്പം ഹദ്റത്ത് ജബ്ബാർ ബിൻ സ്വഖർ അൻസാരിയെ അയക്കുകയുണ്ടായി. ഹദ്റത്ത് ഖുബൈബിന്റെ മൃതദേഹത്തിന് കാവൽ നിന്ന ഖുറൈശികൾ ഇവരെ പിന്തുടർന്നപ്പോൾ ഹദ്റത്ത് ജബ്ബാർ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അങ്ങനെ അള്ളാഹു ഖുബൈബിന്റെ മൃതദേഹം ശത്രുക്കളിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയുണ്ടായി. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതുപോലെ വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. അവർ പിന്നാലെ കൂടിയപ്പോൾ ഹദ്റത്ത് ജാബിർ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിയുകയും നദി അതിനെ ഒഴുക്കിക്കൊണ്ടു പോവുകയും ചെയ്തു എന്ന് പറയുന്ന നിവേദനമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. നദിയിലെ ശക്തമായ ഒഴുക്കുവെള്ളം മൃതദേഹങ്ങളെ ഒഴുക്കിക്കൊണ്ടു പോകാറുണ്ട്. ഇത് സംബന്ധിച്ചും വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയില്ല. ഭൂമി വിഴുങ്ങി അപ്രത്യക്ഷമായി എന്നാണ് അവരും പറയുന്നത്. ബലി ഉൽ അർദ് എന്ന പേരിൽ, അതായത് ഭൂമി വിഴുങ്ങി അപ്രത്യക്ഷമായി എന്ന നിലയിൽ അദ്ദേഹം പ്രസിദ്ധനാവുകയും ചെയ്തു. ശത്രുക്കൾക്ക് തങ്ങൾ ഉദ്ദേശിച്ചതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അള്ളാഹു ആ മൃതദേഹത്തെ അനാദരവിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ഖുത്ബയിൽ കടന്നൽ കൂട്ടവും തേനീച്ചക്കൂട്ടവും മുഖേന മൃതദേഹത്തെ അനാദരവിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഇവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി ത്യാഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തവർ. അള്ളാഹുവും അവരെ വിലമതിക്കുകയും പിന്നെ മരണശേഷം അവരുടെ മൃതദേഹങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. ഇവിടെ ഈ സരിയയുടെ അഥവാ യുദ്ധനീക്കത്തിന്റെ വിവരണം അവസാനിക്കുകയാണ്. ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. പലസ്തീനികൾക്ക് വേണ്ടി പ്രത്യേകമായും ദുആ ചെയ്യുക. ഇപ്പോൾ എല്ലാം പാരമ്യത്തിലെത്തിയിരിക്കുന്നു. റഫയെ സംബന്ധിച്ച് നേരത്തെ അമേരിക്ക പറഞ്ഞത് ഇത് ഞങ്ങളുടെ റെഡ് ലൈൻ ആയിരിക്കുമെന്നാണ്. ഇപ്പോൾ പറയുന്നു അല്ല, തീർന്നിട്ടില്ല. അവരുടെ റെഡ് ലൈനിന്റെ മാനദണ്ഡം എന്താണെന്നും എത്ര ലക്ഷം ജനങ്ങളെ അവർ കൊല്ലുമെന്നും മനസ്സിലാകുന്നില്ല. പിന്നെ എന്തെങ്കിലും സന്ധി ഉണ്ടാക്കും.
അള്ളാഹു ഈ അക്രമികളിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുമാറാകട്ടെ. നിരപരാധികളായ ഫലസ്തീനികളെയും രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സുഡാനികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെ സ്വന്തം ജനതയിലെ ആളുകൾ തന്നെ സ്വന്തക്കാരെ കൊല്ലുകയാണ്. മുസ്ലിങ്ങളെ കൊല്ലുന്നു. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകളെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമാറാകട്ടെ. യമനിലെ തടവുകാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ മോചനത്തിന് വഴിയൊരുക്കുമാറാകട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെയും അവസ്ഥകളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈദ് വരികയാണ്. മൗലവിമാർ കൂടുതൽ ചൂടായി തുടങ്ങും. അള്ളാഹു ഓരോ അഹമ്മദിയെയും എല്ലാ ദ്രോഹത്തിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. തടവറയിൽ കഴിയുന്നവർക്കും എത്രയും വേഗം മോചനത്തിന് വഴിയൊരുക്കുമാറാകട്ടെ. ഇനി ഞാൻ നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബും നമസ്കരിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ നമ്മുടെ മുറബിയായ ചൗധരി മുനീർ അഹമ്മദ് സാഹിബിൻ്റെതാണ്. അദ്ദേഹം അമേരിക്കൻ MT ഇന്റർനാഷണൽ ടെലിപോർട്ടിന്റെ ഡയറക്ടറായിരുന്നു. കഴിഞ്ഞ ദിവസം 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പ്രമാതാമഹൻ ഹസ്രത്ത് മൗലവി ഫസലുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ 313 സഹാബാക്കളുടെ ലിസ്റ്റിൽ 2ാമത്തെ പേര് ഇദ്ദേഹത്തിൻ്റെതാണ്. ചൗധരി മുനീർ സാഹിബ് 1978 ജാമിയ അഹമ്മദിയയിൽ നിന്ന് ഷാഹിദ് പരീക്ഷ പാസ്സായി. പിന്നെ പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിലും മുറബിയായി സേവനം ചെയ്തു. മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ മർക്കസിയിൽ മുഅത്തമിദായും സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 81 അമേരിക്കയിലേക്ക് അയച്ചു. 90 വരെ അവിടെ തുടർന്നു. പിന്നെ തിരിച്ചു വന്ന ശേഷം 84 വീണ്ടും അമേരിക്കയിലേക്ക് പോയി. ജീവിതാവസാനം വരെ അമേരിക്കയിൽ തന്നെ തുടർന്നു. ജമാഅത്തി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം MTA ടെലിപോർട്ട് അമേരിക്ക സ്ഥാപിക്കുന്നതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ആദ്യം ഇത് അവിടെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ സ്റ്റുഡിയോ ആയിരുന്നു. പിന്നെ അത് വിപുലീകരിച്ചു. സൗത്ത് അമേരിക്കയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗം തന്നെ ആരംഭിച്ചു. ഇദ്ദേഹത്തെ ഞാൻ അതിൻ്റെ ഡയറക്ടർ ആക്കുകയും ചെയ്തു. വളരെ അധ്വാനത്തോടെയും ത്യാഗ മനോഭാവത്തോടെയും പ്രവർത്തിക്കുകയുണ്ടായി. വലിയ ടെക്നിക്കൽ സ്കിൽ ഒന്നും നേടിയിരുന്നില്ല. ഭൗതിക അറിവ് കരസ്ഥമാക്കിയിരുന്നുമില്ല. അതായത് പ്രത്യേകം ഡിഗ്രി ഒന്നും നേടിയിട്ടില്ല. എന്നാൽ സ്വയം താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് അറിവ് സമ്പാദിക്കുകയും ഈ ടെലിപോർട്ട് വളരെ നല്ല നിലയിൽ അദ്ദേഹം പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തു. എല്ലാ നിലയ്ക്കും ടെക്നിക്കൽ തലത്തിലും നല്ല ഉന്നത നിലവാരത്തിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകനും 2 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നു, അള്ളാഹുൽ എപ്പോഴും തവക്കൽ ചെയ്തിരുന്നു. പ്രയാസഘട്ടങ്ങളിൽ ദുആയിലേക്ക് തിരിഞ്ഞിരുന്നു. സാധ്യമായ ഉപായങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക, പിന്നെ കാര്യം പൂർണ്ണമായും അള്ളാഹുവിലേക്ക് വിടുക എന്ന് എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു. അതീ സൽക്കാരത്തിൻ്റെ ഉന്നത സ്വഭാവം വളരെ പ്രകടമായിരുന്നു. എപ്പോഴും വീട് അതിഥികൾക്ക് വേണ്ടി തുറന്നു കിടന്നിരുന്നു. എപ്പോഴും ഖിലാഫത്തുമായി ബന്ധിച്ചു നിൽക്കാൻ മക്കളെ ഉപദേശിച്ചിരുന്നു. MTക്ക് വേണ്ടി എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തിയിരുന്നു. മക്കൾ പറയുന്നു, ആസ്പത്രിയിൽ വിവിധ സന്ദർഭങ്ങളിൽ ഒരു നീണ്ടകാലം കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ആസ്പത്രിയിൽ അഡ്മിറ്റായ വേളയിലും അവിടെയും MTക്ക് വേണ്ടി സേവനം ചെയ്തിരുന്നു. ചുരുക്കത്തിൽ ഒരു വാക്കിഫി സിന്ദഗിയുടെ ഉന്നത മാതൃകയായിരുന്നു. അമേരിക്കയിലെ അമീർ ജമാഅത്ത് മിർസ മഗ്ഫൂർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മേന്മ എന്തെന്നാൽ അദ്ദേഹം തൻ്റെ വകുപ്പ് നന്നാക്കാൻ മാത്രമായി പരിശ്രമിക്കുകയും ശ്രദ്ധിക്കുകയുമല്ല ചെയ്തത്. മറിച്ച് തൻ്റെ സമയവും അറിവും ജമാഅത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നൽകാനും ഒരിക്കലും അമാന്തിച്ചിരുന്നില്ല. ചില ജമാഅത്തി കാര്യങ്ങളിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും എന്നെയും സഹായിച്ചിരുന്നു. ജമാഅത്തി നന്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അറിവിൽ വല്ല കാര്യവുമുണ്ടെങ്കിൽ ജമാഅത്തി സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ജമാഅത്തി സംവിധാനത്തോടുള്ള പൂർണ്ണമായ സഹകരണവും അതിൻ്റെ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നല്ലപോലെ പ്രകടമായിരുന്നു. ഖിലാഫത്തിൻ്റെ ആത്മാർത്ഥ അനുസാരിയായിരുന്നു. കാലത്തിൻ്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അവ പ്രാവർത്തികമാക്കാനും എപ്പോഴും തയ്യാറായിരുന്നു.
അമീർ സാഹിബ് പറയുന്നു, ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാലത്തിൻ്റെ ഖലീഫയുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസൃതമായി വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ബുർക്കിന ഫാസോ അമീർ സാഹിബ് എഴുതുന്നു, ചെറുപ്പകാലത്തുള്ള ഒരു സംഭവമുണ്ട്. ഏതാനും മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹം അതീവ രോഗാതുരനായി അവസാന ഘട്ടമാണെന്ന അവസ്ഥയിലുമായി. മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജകി ആ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് നാട്ടിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഉമ്മ മകന്റെ രോഗാവസ്ഥയിൽ അസ്വസ്ഥയായി മൗലവി സാഹിബിന്റെ അടുക്കിലേക്ക് കുട്ടിയെയും കൊണ്ടുപോയി. എന്നിട്ട് മൗലവി സാഹിബിന്റെ മടിയിലേക്ക് കുട്ടിയെ കൊടുത്ത ശേഷം പറഞ്ഞു, ഇവൻ പോയി. ഉമ്മ കരയുന്നുണ്ടായിരുന്നു. മൗലവി സാഹിബ് പറഞ്ഞു, സുഖപ്പെടുന്നതാണ്, ഇവനെ വഖഫ് ചെയ്യൂ. അങ്ങനെ അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ വഖഫായി. അവിടെ വെച്ച് തന്നെ വഖഫ് ചെയ്തതാണെന്ന് ഉമ്മ ശപഥം ചെയ്തതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പഠനത്തിലും മറ്റും പിന്നിലായിരുന്നു. അതുകൊണ്ട് എന്നോട് മീർ സാഹിബ് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, സൂറ ഫാത്തിഹ അസംബ്ലിയുടെ അവസരത്തിലും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാനത് സ്ഥിരമായി ചൊല്ലാറുണ്ട്. മൊറബി ഷംഷാദ് നാസർ സാഹിബ് പറയുന്നു, ഏറെക്കുറെ എല്ലാവരും അദ്ദേഹത്തിന്റെ നന്മയിൽ ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഖിലാഫത്തിന്റെ ആജ്ഞകളെ പൂർണ്ണമായും അനുസരിക്കുന്ന ആളായിരുന്നു. അധികവും രോഗാതുരനായിരുന്നെങ്കിലും ഒരിക്കലും ആരോടും അത് പറയുകയോ തന്റെ പ്രയാസങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എപ്പോഴും തന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. വളരെ അധ്വാനപൂർവ്വം അതിൽ മുഴുകിയിരുന്നു. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും നല്ല പ്രാവീണ്യം നേടിയിരുന്നു. വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ചിരുന്നു. മാത്രമല്ല മുറബിമാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നല്ല സംഘാടകനുമായിരുന്നു. കൂടെയുള്ളവരോട് വാത്സല്യപൂർവ്വം പെരുമാറിയിരുന്നു. അതിസൽക്കാര പ്രിയനുമായിരുന്നു. ഇത് മക്കൾ മാത്രമല്ല മറ്റുള്ളവരും അനുഭവിച്ചറിഞ്ഞിരുന്നത് കൊണ്ടാണ് എഴുതിയത്. എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി ഇടപഴകുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. അദ്ദേഹം സൗമ്യനായിരുന്നുവെങ്കിലും വളരെ ധീരമായി കാര്യങ്ങൾ ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബൗദ്ധികമായി അത്ഭുതാവഹമായ കാര്യപ്രാപ്തി നൽകിയിരുന്നു. മുറബിയായിരുന്നു. പക്ഷേ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ ആർട്ട് സ്റ്റേഷനിൽ നിയമിക്കുകയുണ്ടായി. അദ്ദേഹം ഓരോ സംഗതിയും അതിൻ്റെ ആഴങ്ങളിൽ എത്തിപ്പഠിക്കുകയും അതിനെ പരമാവധി വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. മുഴുവൻ അമേരിക്കയിലും പ്രോഗ്രാം എത്തിക്കുന്നതിന്, അവിടെ നിന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുതിയ ഡിഷ് വയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ബന്ധപ്പെട്ട കാര്യാലയത്തിൽ നിന്ന് അനുമതി വാങ്ങേണ്ടിയിരുന്നു. അവിടെ നിന്ന് ഇൻസ്പെക്ടർ വന്നു. അദ്ദേഹം അനുമതി നൽകിയില്ല. ഫോറത്തിൽ സൈൻ ചെയ്തില്ല. ഏതായാലും അദ്ദേഹം എനിക്ക് വിവരങ്ങൾ എഴുതി അറിയിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹു സഹായിക്കുന്നതാണ്. കുറച്ചു കാലത്തിന് ശേഷം ഘാനക്കാരനായ ഒരു ഇൻസ്പെക്ടറാണ് വന്നത്. അദ്ദേഹം ജമാഅത്തിന്റെ പേര് കേട്ടപ്പോൾ പറഞ്ഞു, ഞാനും അഹമ്മദ് ജമാഅത്തിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അദ്ദേഹം സൈൻ ചെയ്യുകയും അനുമതി നൽകുകയും ചെയ്തു. ഏതായാലും ഇത് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രയത്നവും ദുആയും മുഖേന അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി. സുറിനാമിലെ മുറബി ലേക്ക് അഹമ്മദ് സാഹിബ് പറയുന്നു, സൗത്ത് അമേരിക്കയിലെ ജമാഅത്തുകൾ സന്ദർശിച്ചു. MTA സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. 3 ദിവസം സുറിനാമിൽ താമസിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നെ കാലത്തിന്റെ ഖലീഫ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് അയച്ചത്. അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എവിടെയും ചുറ്റി കറങ്ങാൻ പോകുന്നതല്ല. മുഴുവൻ സമയവും MTA സംരക്ഷണത്തിന്റെ ടെസ്റ്റ് വീടുകൾ സന്ദർശിച്ച് അഹമ്മദികൾക്ക് MTA പ്രയോജനപ്പെടുത്തുന്നതിനും യുവാക്കൾക്ക് MTA സംരക്ഷണത്തിനിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നതാണ്. പറയുന്നു, ഒരിക്കൽ എന്നോട് ഒരു മുറബി പരാതിപ്പെടുകയുണ്ടായി. ചിലപ്പോൾ മുറബിമാർ ഇത്തരം പരാതി പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. ഞാൻ 7 വർഷം ജാമിയയിൽ പഠിച്ച ശേഷം ഇപ്പോൾ ഓഫീസിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അഥവാ ചൗധരി മുനീർ സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, ആരോട് എന്ത് ജോലി ചെയ്യിപ്പിക്കണമെന്ന് കാലത്തിന്റെ ഖലീഫയ്ക്ക് നന്നായി അറിയാം. ഞാനും മുബല്ലിഗാണ്. പക്ഷേ കഴിഞ്ഞ 15 വർഷമായി കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ടെലിപ്പോർട്ടിൽ പ്രവർത്തിക്കുന്നു. ചുറ്റികയും ചവണയും കയ്യിലുണ്ടായിരിക്കും. ടെക്നിക്കൽ ജോലിയും ചെയ്യുന്നു. കാലത്തിന്റെ ഖലീഫ എന്നോട് വഴി അടിച്ചു വാരാൻ പറഞ്ഞാൽ അത് ഞാൻ മനസംതൃപ്തിയോടെ ചെയ്യുന്നതാണ്. എന്നെ തൂപ്പുകാരൻ എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യും. ഹദരത്ത് മുസ്ലിം അള്ളാഹു ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ഓഫീസുകളിലും ഒരു കാലത്ത് മുറബിമാരെ തന്നെ നിയമിക്കേണ്ടി വരുന്നതാണ്. മറ്റ് ക്ലറിക്കൽ സ്റ്റാഫിനെ എടുക്കുന്നതല്ല. അതുകൊണ്ട് മുറബിമാർ എന്ത്
ജോലി ചെയ്യണമെന്നും എവിടെ ജോലി ചെയ്യണമെന്നും ഉള്ള ചിന്ത ഒഴിവാക്കുക. ജാമ്യയിൽ പഠിച്ചെങ്കിൽ ദീനീപരമായ അറിവ് കിട്ടിയത് നല്ലത് തന്നെ. പ്രസ്തുത ദീനി അറിവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. MTA സ്റ്റുഡിയോ അമേരിക്കയിലെ ഇൻചാർജ് ഗാലിബ് ഖാൻ സാഹിബ് പറയുന്നു, എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ പാരമതിയിലെത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. സ്റ്റാഫിൻ്റെ റെക്കോർഡുകൾ വയ്ക്കുന്നതും അതിൻ്റെ റെക്കോർഡ് വയ്ക്കുക, സ്റ്റാഫുകളുടെ സമയ ക്രമീകരണം, സൈറ്റിലുള്ള പരിശോധന, കെട്ടിടം വൃത്തിയാക്കി വയ്ക്കുന്നതിൽ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ആക്കാമെന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ തൻ്റെ കൂടെയുള്ളവരോടും വളരെ സൗമ്യഭാവത്തിലാണ് പെരുമാറിയിരുന്നത്. നല്ല ഉന്നത സംഘാടകനായിരുന്നു. നല്ല ഉറച്ച തീരുമാനമെടുക്കുന്നതിനുള്ള കാര്യപ്രാപ്തിയുള്ള ആളുമായിരുന്നു. മിർസ മുഹമ്മദ് അഫ്സൽ സാഹിബ് എഴുതുന്നു, അദ്ദേഹവുമായി എനിക്ക് 56 വർഷത്തെ പരിചയമുണ്ട്. ഒന്നിച്ചാണ് അമേരിക്കയിൽ വന്നത്. അദ്ദേഹം ഖിലാഫത്തിൽ പരിപൂർണമായും സമർപ്പിച്ച ആളായിരുന്നു. 1974 ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്തിരുന്നു. ആത്മാർത്ഥതയും കൂറും അദ്ദേഹത്തിൽ തികവുറ്റ രീതിയിൽ ഉണ്ടായിരുന്നു. വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. പ്രവർത്തന രീതി വളരെ സുസജ്ജമായിരുന്നു. ഏത് സേവനമാണെങ്കിലും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ഒഴികഴിവ് പറയുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല. ഏത് സമയത്തും അദ്ദേഹത്തെ കാലത്തിൻ്റെ ഖലീഫയുടെ സുൽത്താൻ നസീർ എന്ന നിലയ്ക്കാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ജഫർ സർവർ സാഹിബ് പറയുന്നു, അമേരിക്കയിൽ നിന്ന് ടെലപ്പോർട്ട് ട്രാൻസ്മിഷൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം അത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയോട് ഇത് ടെക്നിക്കൽ വർക്കായതുകൊണ്ട് ഒരു എഞ്ചിനീയർ വേണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. അത് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ തന്നെ എഞ്ചിനീയറായി പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം സ്വയം ഈ പ്രവർത്തനം പഠിക്കുകയും അതിൽ പ്രാവീണ്യം കരസ്ഥമാക്കുകയും ചെയ്തു. വളരെ വിശ്വസ്തപൂർവ്വം അദ്ദേഹം ഈ എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു. 29 വർഷം അദ്ദേഹം MTA സേവനത്തിൽ വ്യാപൃതനായിരുന്നു. ഈ കാലമത്രയും അദ്ദേഹം ഹൃദ്രോഗിയുമായിരുന്നു. ഇപ്പോൾ നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഇദ്ദേഹം കാരണം തന്നെയാണ് MTA പ്രോഗ്രാമുകൾ വളരെ നല്ല രീതിയിൽ സുഗമമായി കാണുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ കഴിഞ്ഞത്. ഡോക്ടർ ഹമീദ് റഹ്മാൻ സാബ് ലോസ് ആഞ്ചലസ് അമേരിക്ക എഴുതുന്നു, 1993 ലോസ് ആഞ്ചലസിൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു. ഞങ്ങളുമായി ചേർന്ന് ചീനു എന്ന സ്ഥലത്ത് ഭൂമി വാങ്ങുകയും പിന്നെ പെട്ടെന്ന് തന്നെ പള്ളി നിർമ്മാണം തുടങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. മർഹൂം വളരെ ധൈര്യവാനും യോദ്ധാവും അള്ളാഹുൽ പൂർണ്ണമായും തവക്കൽ ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. ചീനു എന്ന സ്ഥലത്തുള്ള മേയറിന്റെ അടുത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും വേണ്ടി ഓഫീസിൽ പോവുകയുണ്ടായി. പരിചയപ്പെടുത്തിയതിന് ശേഷം ചീനു എന്ന സ്ഥലത്ത് മസ്ജിദ് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. മേയർ ഉടൻ തന്നെ പറഞ്ഞു, മസ്ജിദ് ഉണ്ടാക്കാൻ ഒരു കാരണവശാലും അനുമതി നൽകുന്നതല്ല. വളരെ ദേഷ്യത്തോടെയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഓവർ മൈ ഡെഡ് ബോഡി. ഇത് കേട്ട ഉടൻ തന്നെ ചൗധരി സാഹിബ് വളരെ അനിതര സാധാരണമായ ആവേശത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, മേയർ സാബ്, ഈ മസ്ജിദ് അള്ളാഹുവിൻ്റെ ആരാധനാലയമാണ്. അത് ഉണ്ടാകുന്നതാണ്, തീർച്ചയായും ഉണ്ടാകുന്നതാണ്. അങ്ങനെ അൽഹംദുലില്ലാ അവിടെ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു. പിന്നെ ഈ മേയർ മസ്ജിദിൽ വന്ന് മാപ്പ് ചോദിക്കുകയുമുണ്ടായി. അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം നമ്മുടെ മസ്ജിദിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇദ്ദേഹം വളരെ ധൈര്യവാനായ ആളായിരുന്നു. മുറബിയായ ഹമ്മാദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ, അതായത് മുനീർ സാഹിബിൻ്റെ ബന്ധു കൂടിയാണ്, പറയുന്നു, ഞാൻ തുടക്കത്തിൽ ഫീൽഡിൽ വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു തുടങ്ങി. വളരെ സ്നേഹപൂർവ്വം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വളരെ യുക്തിപൂർവം എനിക്ക് ഉപദേശങ്ങൾ നൽകി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വയം തന്നെ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം കരസ്ഥമാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. MTA ഡയറക്ടർ മുനീർ ഷംസ് സാഹിബ് പറയുന്നു, ടെലപ്പോർട്ടിൻ്റെ സെറ്റപ്പ് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ചെയ്തത്. ചൗധരി മുനീർ സാഹിബിൻ്റെ
സവിശേഷതകളോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകമായും ഉള്ളത്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൂടിയാലോചനയ്ക്ക് ശേഷം ജമാഅത്തിൻ്റെ പൈസ മിച്ചം വയ്ക്കുന്നതിനും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. വളരെ അത്യാവശ്യമുള്ള മിഷണറികൾ മാത്രമാണ് വാങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഖിലാഫത്തിനോടുള്ള അനിതര സാധാരണമായ ആത്മാർത്ഥതയും കൂറും പ്രകടമായിരുന്നു. കാലത്തിൻ്റെ ഖലീഫയുടെ ഓരോ വാക്കുകളും അനുസരിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു. MTA ടെലപ്പോർട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. പക്ഷേ ഒരു പ്രകടന പരതിയും അദ്ദേഹം കാണിച്ചിരുന്നില്ല. അതായത്, ഞാൻ ഇന്ന രീതിയിൽ ചെയ്തു, ഞാൻ കാരണമാണ് ഈ വിജയങ്ങളുണ്ടായി എന്നൊന്നും പറഞ്ഞിരുന്നില്ല. വളരെ വിനയത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നു. മറിച്ച് മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കാനും സന്നദ്ധനായിരുന്നു. അദ്ദേഹം വളരെ കൂറോടുകൂടി തൻ്റെ വഖഫ് പൂർത്തിയാക്കിയതായി ഞാൻ കാണുന്നു. നിർലോഭനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ MTA എത്തിക്കുന്നതിന് വേണ്ടി നല്ലപോലെ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം വിശ്വസ്തപൂർവ്വം മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എനിക്കും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. മുന്നിൽ വന്ന് തൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്താൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. കാലത്തിൻ്റെ ഖലീഫ തനിക്ക് തന്നിട്ടുള്ള ജോലി വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ അബ്ദുറഹ്മാൻ കുട്ടി സാഹിബ് അലനല്ലൂർ, കേരളയുടേതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. 16-ാമത്തെ വയസ്സിൽ തൻ്റെ മാതുലൻ മൗലാന മുഹമ്മദ് അലീഫ് സാഹിബ് മുഖേനയാണ് ബയ്യത്തിനുള്ള തൗഫീക്ക് ലഭിച്ചത്. നമസ്കാര, നോമ്പ് കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളും ജമാഅത്തുമായി വളരെ ആത്മാർത്ഥമായ ബന്ധമുള്ള വ്യക്തിയും വളരെ ലളിതമായ സ്വഭാവത്തിന് ഉടമയും വളരെ വിനയാന്വിതനും ശുദ്ധ പ്രകൃതനും ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ദീനി കാര്യത്തെ ഉൾപ്പെടുത്താൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എഴുതുന്നു, അദ്ദേഹം ഞങ്ങളുടെ തർബീയത്തിൽ ദീനി കാര്യത്തെ എപ്പോഴും മുന്തിച്ചിരുന്നു. അങ്ങനെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ 2 മണിക്കൂർ ദീനി മദ്രസയിൽ അയച്ചിരുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുന്നതിൽ വളരെ കൃത്യനിഷ്ഠയും പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 വർഷം മുമ്പ് വഫാത്തായിട്ടുണ്ടായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 2 പെൺമക്കളും 4 ആൺമക്കളുമാണുള്ളത്. ഒരു മകൻ ശംസുദ്ദീൻ മലബാരി സാഹിബ് കബാവീറിൽ മുബല്ലിഗ് ഇൻചാർജായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിനും സബറും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. പരേതിൻ്റെ പദവികൾ ഉയർത്തുകയും അദ്ദേഹത്തോട് അള്ളാഹു ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر